ഫ്ലാറ്റിലെ മാലിന്യം കൊണ്ട് നിറച്ച് എല്ലാ റൂമുകളിലും നിറച്ചിട്ടേക്കാണ്. അപ്പോൾ അത് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ മാറ്റൂല. ഞങ്ങൾ 2 വയസ്സായ ആളുകൾ അവിടെ കിടക്കുകയാണ്. കിടക്കുമ്പോഴത്തേക്ക് പിന്നെ പല അസുഖങ്ങളുമുണ്ട്, കിഴറ്റിൻ്റെ അസുഖങ്ങളുമുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ ചികിത്സയിലാണ്. ഇപ്പോഴവരടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവർ പറയുന്നത് ഒരു റൂമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, ബാക്കിയുള്ള റൂമുകളിൽ ഞങ്ങൾ ഇഷ്ടം പോലെ ചെയ്യും. അതുകൊണ്ട് അവിടെ കിടക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടിലാണ്. നാറ്റവും അതീതും, കൊതുക് ശല്യം, പന്നി ശല്യം. ഈ എന്ന് വെച്ചാൽ അവിടെ ചെന്ന് നോക്കിയാലേ അറിയാവൂ. നമസ്കാരം, ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചിതറ ചക്കമരയിൽ 1.5 കോടി രൂപ ചെലവഴിച്ച് ചിതറ ഗ്രാമപഞ്ചായത്ത് 20 കുടുംബങ്ങൾക്ക് താമസിക്കുവാൻ നിർമ്മിച്ച ഫ്ളാറ്റ് ഇന്ന് അനാഥാവസ്ഥയിൽ. ഹരിതകർമ്മസേനയുടെ മാലിന്യം ഡംപ് ചെയ്യാനുള്ള കേന്ദ്രമാക്കി മാറ്റിയെന്ന് പരാതി. 2010 നിർമ്മാണം ആരംഭിച്ച് 2014 അന്നത്തെ റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഉദ്ഘാടനം നടത്തി കുടുംബങ്ങൾക്ക് താക്കോൽ നൽകിയിരുന്നു. എന്നാൽ അനുബന്ധ സൗകര്യങ്ങൾ ലഭിക്കാത്തതിനാൽ തുടർന്നാരും ഇവിടെ താമസിക്കുവാൻ തയ്യാറായില്ല. കോവിഡ് സമയത്ത് കോവിഡ് രോഗികളുടെ താമസ കേന്ദ്രമാക്കുകയും വൈദ്യുതിയും കുടിവെള്ളവും ഇവിടെയും എത്തിച്ചിരുന്നു. 1/2 ഏക്കറിൽ നിൽക്കുന്ന ഈ 20 ഫ്ളാറ്റ് ഇന്ന് നശിച്ച അവസ്ഥയിലാണ്. ഈ സ്ഥലവാസിയാണ്, ഇവിടെ തൊട്ടടുത്ത് തന്നെ താമസം. പക്ഷേ 2015 എസ് മുരളീധരൻ നായർ, ചിതറ മുരളി നേതൃത്വത്തിലാണ് ഒരു ഫ്ളാറ്റ് ഇവിടെ നിർമ്മിച്ചത്. അന്ന് നല്ലതിലേക്ക് പണി എല്ലാവർക്കും വാസയോഗ്യമാക്കി ഇട്ടതാണ്. ഇവിടെ തന്നെ ഈ ഒരു വാർഡിനകത്ത് ഒരു കോഴി മാലിന്യ പ്ലാന്റ്, ഒന്ന് ഒരു പന്നി ഫാം, ഇതെല്ലാം ഈ ഒരു വാർഡിലാണ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇവിടെ എന്തായാലും ഇവിടെയുള്ള ജനങ്ങളെ വേണ്ടെന്നുള്ള തീരുമാനത്തിലാണ്. ചിതറ ഗ്രാമപഞ്ചായത്ത് 2015 ഭരണസമിതി, ചിതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിർമ്മിച്ചു നൽകിയതാണ്. ഏകദേശം 2.5 കോടിയോളം രൂപ ചെലവഴിച്ച് ഈ ഫ്ലാറ്റ് സമുച്ചയം. പക്ഷേ ഈ 20ഓളം നിർധനരായ കുടുംബങ്ങൾക്ക് അധിവസിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാറ്റ് നിർമ്മിച്ച് നൽകിയത്. പക്ഷേ അത് കഴിഞ്ഞ് തുടർന്ന് വന്ന ഭരണസമിതി ഈ ഫ്ലാറ്റ് ആ പാവങ്ങൾക്കായിട്ടുള്ള വീതിച്ചു കൊടുക്കാനോ അവരെ താമസിപ്പിക്കാനോ അതിന് മുൻകൈ എടുക്കാതെ ഇത് കിടന്ന് നശിച്ചു പോവുകയായിരുന്നു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കോവിഡ് രോഗികളെ പാർപ്പിക്കാൻ വേണ്ടി ഈ ഫ്ലാറ്റ് സമുച്ചയം ഉപയോഗിച്ചു. എന്നാൽ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹരിതകർമ്മ സേനയുടെ മാലിന്യങ്ങൾ ഡംപ് ചെയ്യാനായിട്ടുള്ള കേന്ദ്രമാക്കി ഈ 2.5 കോടി രൂപ ചെലവാക്കിയ ഫ്ലാറ്റ് മാറ്റിയിരിക്കുകയാണ്. ഈ 2.5 കോടി രൂപ ഇത് സാധാരണക്കാരന്റെ നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് മനസ്സിലാക്കാതെയാണ് ഈ ചിതറ പഞ്ചായത്തിലെ ഭരണസമിതി ഈ ഫ്ലാറ്റ് നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനടുത്ത് തന്നെ, തൊട്ടടുത്ത് തന്നെ LPS സ്കൂളുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ജുമാ മസ്ജിദാണ്. ഈ പ്രദേശത്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അധിവസിക്കുന്നതാണ്. ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ്. പാവങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഈ ഫ്ലാറ്റ് ഇങ്ങനെ കിടന്ന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ശക്തമായ പ്രതിഷേധവും പ്രക്ഷോഭത്തിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറെടുത്തിരിക്കുകയാണ്. ചിതറ ഗ്രാമപഞ്ചായത്ത് പാവപ്പെട്ടവന്റെ പേരിൽ 2.5 കോടി രൂപ മുടക്കി ഇത് പണിയുകയും ഒരു കുടുംബത്തിന് മാത്രം ഇത് കൊടുത്തുകൊണ്ട് ആ പാവപ്പെട്ട ആ കുടുംബത്തെയും കൂടി ഈ പ്ലാസ്റ്റിക്കിന്റെ കൂമ്പാരത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ട് ചിതറ പഞ്ചായത്തിൽ ഉള്ള മൊത്തം മാലിന്യവും ഇവിടെ കൊണ്ടുവന്ന് തള്ളി ഈ നാടിനെ ഒരു മാലിന്യ കൂമ്പാരമാക്കാനായിട്ടാണ് ചിതറ ഗ്രാമപഞ്ചായത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് ചേർന്ന് ഇതിൻ്റെ അടുത്ത ചുവരാണ് ചക്കമര LPS. പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ചക്കമര LPS. ഈ കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം വന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഈ ചക്കമര LPSന്റെ തുറസായ കിണർ പോലും ഇത് മാലിന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു കിണറുണ്ട്. ഈ കിണറ്റിന്റെ മുകളിലാണ് ഈ വേസ്റ്റ് ചെരുപ്പുകളെല്ലാം കൂടി അതിന്റെ മുകളിലാണ് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെയാണ് ഒരു ആരാധനാലയം, പൂച്ചരിക്കാല മുസ്ലിം ജമാഅത്ത്, അതിലും കുറച്ച് മദ്രസയിൽ കൊച്ചു കുട്ടികൾ പഠിക്കുന്നുണ്ട്. നിലവിൽ 2.5 കോടി രൂപ ഇതുവരെ ഈ ഫ്ളാറ്റിന് ചിലവാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്.